നമ്മൾ ആരാധകർ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഈ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയറിന് പോലും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സിറ്റിയെ നമ്മൾ തോപ്പിച്ചിട്ട് മാഞ്ചസ്റ്റർ ഈസ് റെഡ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് മനസ്സ് തുറന്ന് ചിരിച്ച് ആഘോഷിച്ച് കഴിഞ്ഞു വന്ന 2 മാച്ച് നിങ്ങൾ നോക്കിയോ, 7 ഗോളാണ് നമ്മൾ കൺസീഡ് ചെയ്തത്. അപ്പം മാഞ്ചസ്റ്റർ ഈസ് റെഡ് എന്ന് നമ്മൾ നിലവിളിച്ച് അലറി വിളിച്ചു, അട്ടഹസിച്ചു. പക്ഷേ കഴിഞ്ഞ 2 മാച്ച് കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ റെഡും അല്ല ബ്ലൂ അല്ല, വെള്ള ജേഴ്സി ഇട്ട് വന്ന 2 ടീമുകൾ മാഞ്ചസ്റ്ററിനെ വെള്ള പൂശി വൈറ്റ് വാഷ് അടിച്ചു. മാഞ്ചസ്റ്റർ ഈസ് വൈറ്റ് നൗ. ഇന്നത്തെ മാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അറ്റാക്കിലുള്ള എല്ലാ പ്ലേയേഴ്സിനും എടുത്തങ്ങ് മാറ്റണം. നമ്മൾ ഇന്നത്തെ മാച്ചിൽ നമ്മുടെ ടോട്ടൽ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 23 ഷോട്ട് അറ്റംപ്റ്റ്സ് ആണ് നമ്മൾ നടത്തിയത്. അതിൽ 7 എണ്ണം ഓൺ ടാർഗറ്റ്. XG നോക്കിയാൽ 2-ന് മുകളിൽ XG. ബിഗ് ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ 4 ബിഗ് ചാൻസ്, അവർ 2 എണ്ണം ക്രിയേറ്റ് ചെയ്തുള്ളൂ. അവർക്ക് 1 പോയിൻറ്റ് സംതിങ് അവർക്ക് XG ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഒരു ഗോള് പോലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വിങ് ബാക്സിനെ എടുത്ത് മാറ്റണം. നമ്മുടെ നമ്പർ 10 ആയിട്ട് കളിക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡർ നമ്പർ 10 നമുക്ക് വേണം. സ്ട്രൈക്കർ നമുക്ക് വേണം. സെൻട്രൽ മിഡ്ഫീൽഡർ ആ ഒരു ഉഗാർത്തയുടെ കൂട്ടത്തിൽ കളിക്കാൻ പറ്റുന്ന, കോബി മെനുവിനെ മറികടന്നുകൊണ്ട് ഫസ്റ്റ് ചോയ്സായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു മിഡ്ഫീൽഡിനെ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മിഡ്ഫീൽഡർ നമുക്ക് വേണം, അത്യാവശ്യമാണ്. കോബി മെനു ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട് പയ്യെ വളർന്ന് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇങ്ങനെ 5-6 പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് അടുത്ത വിൻഡോയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഏതായാലും നമ്മൾ ഇതുപോലെ ഭീകര ദുരന്തമാണ് നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ദുരന്തമായ സ്ഥിതിക്ക് നമുക്കൊരു ലീത്തൽ ഫിനിഷർ, ഭയങ്കര അഗ്രസീവായിട്ട് അത്രയ്ക്കും പ്രിസൈസായിട്ട് ഫിനിഷിങ് നടത്തുന്ന ഒരു പ്ലെയർ വേണം. ഗ്യോക്കോറസിൻ്റെ പേര് ആണ് എനിക്ക് പെട്ടെന്ന്, ആ ഒരു റൂബൻ അമോറിം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഗ്യോക്കോറസിൻ്റെ പേരാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്ന. മാർക്കസ് റാഷ്ഫോർഡിനെയൊക്കെ വിറ്റ് അത്യാവശ്യം കാശ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് വിറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ബ്രൂണോയെ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ വിറ്റ് ഒഴിവാക്കി അങ്ങനത്തെ പ്ലെയേഴ്സിന്, ലീത്തലായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരിക. ബ്രൂണോയൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ടൊരു അമോറിമിൻ്റെ സിസ്റ്റം ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് ഏജ് ആണ് വേണമെങ്കിൽ വിൽക്കാൻ വേണ്ടി. നമ്മുടെ ടീമിൽ എന്തെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ മനുഷ്യനാണ് എങ്കിൽ പോലും ലുക്കിംഗ് ഫോർവേഡ് മുന്നോട്ട് നോക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് ബ്രൂണോയൊക്കെ റീപ്ലേസ് ചെയ്യാൻ സമയമായി എന്ന് ഓരോ മാച്ച് കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നാണേലും ഇപ്പം ബ്രൂണോ ആണേലും അമാദൊക്കെ ആണേലും ചാൻസസ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം കണക്കില്ലാതെ ചാൻസസ് ഇങ്ങനെ മിസ് ചെയ്ത് നമ്മൾ ഇന്നും മാച്ച് തോറ്റു. അപ്പം ശരിക്കും ഇന്ന് നമ്മൾ മാച്ച് ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു ടോപ്പ് 10 വന്നേനെ. പക്ഷേ നമ്മൾ ടോപ്പ് 10 ടീമല്ല, നമ്മൾ ആ ഒരു 13ാമത്തെ സ്ഥാനം നമ്മളിങ്ങനെ പിടിച്ചവിടെ നിൽക്കുക. വീണ്ടും നമ്മൾ ആ ഒരു ടെൻഹാഗിൻ്റെ സമയത്തെ ആ ഒരു -GD സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഇന്ന് അച്ചീവ് ചെയ്തു. -1 GD ആയി മാറി പ്രീമിയർ ലീഗിൽ ആ ഒരു യുണൈറ്റഡിന്. ഇപ്പം സ്റ്റാറ്റ്സൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനും ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ സ്ട്രൈക്കറിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മുടെ ക്ലബ്ബിലുള്ള 2 സ്ട്രൈക്കേഴ്സിനെ നോക്കി, ഹോയ്ലൻഡ് അതുപോലെ തന്നെ സിർക്സി. ഹോയ്ലൻഡ് കഴിഞ്ഞ മാച്ചിൽ പെർഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡിസർവിംഗ്ലി സിർക്സിയെ ഇന്ന് അമോറിം സ്റ്റാർട്ട് ചെയ്തു. സിർക്സിയെ സ്റ്റാർട്ട് ചെയ്തപ്പം സിർക്സി കാണിച്ചു കൂട്ടിയ സംഭവം കാണുമ്പോൾ എനിക്ക് സിർക്സിയെ കാണുമ്പോഴൊക്കെ എനിക്ക് നമ്മുടെ ആ ഒരു പണ്ടത്തെ ആ ഒരു ഫിലേനിയാണ് ഓർമ്മ. നമ്മൾ ദുരന്തമായി യുണൈറ്റഡിൽ വന്ന് നമ്മളെ ആരാധകരെയൊക്കെ വെറുപ്പിച്ച് ലാസ്റ്റ് ഒരു വിധത്തിൽ ചവിട്ടി പുറത്താക്കിയ ഫിലേനിയെ കാണുന്ന അതേ പ്രതീതിയാണ് എനിക്കിപ്പം സിർക്സിയെ കാണുമ്പോഴത്തേനും. ഫിലേനിയുടെ അനിയനെ സൈൻ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. 9 പോയിട്ട് അവൻ അരയല്ല, ശരിക്കും ആ രീതിയിൽ അത്രയും സൈസുള്ള, യുണൈറ്റഡിലെ ഏറ്റവും സൈസുള്ള പ്ലെയറാണ്. പുള്ളിക്ക് 1v1 പറ്റത്തില്ല, പുള്ളിക്ക് ആ ഒരു സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ലോങ് ബോൾസ് ഇടുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിനിഷിംഗ് ഇല്ല, പ്രോപ്പർ റൺസ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് സ്ട്രൈക്കർ, എന്ത് പ്ലെയർ! 35 മില്യൺ ഡൗൺ ഇൻ ദ വാട്ടേഴ്സ്. പിന്നെ ഹോയ്ലൻഡിൻ്റെ കാര്യം നോക്കിയാലും ഹോയ്ലൻഡും ഒരു എന്നാ പറയുന്നത്, യുണൈറ്റഡിൻ്റെ ഒരു നമ്പർ 1 ചോയ്സ് സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ നമ്മൾ ഹോയ്ലൻഡുമായിട്ട് സ്റ്റിക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ബിലീഫ് ഇതുവരെയായിട്ടും ഹോയ്ലൻഡിനെ തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്നൊന്നല്ല, എനിക്ക് ഹോയ്ലൻഡുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഹോയ്ലൻഡും ആ ഒരു ഹോൾഡ് പ്ലേയുടെ കാര്യത്തിൽ സിർക്സിയേക്കാളും ബെറ്റർ ആണെങ്കിലും നമ്മൾ ഒത്തിരി പൊസഷൻ ലൂസ് ചെയ്യാറുണ്ട്. അത് ലോങ് ബോളൊക്കെ വരുമ്പോഴത്തേനും ഹോയ്ലൻഡ് നിന്നാലും. അതുമാത്രമല്ല, ഇൻ ബിഹൈൻഡ് റൺസ് മേക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ബ്രൂണോയും അമാദും അതിലും ബെറ്റർ റൺസ് മേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ പുള്ളി ഇമ്പ്രൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പുള്ളി നമ്പർ 1 ചോയ്സ് സ്ട്രൈക്കറായിട്ട് യുണൈറ്റഡിൽ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 1 ഗോൾ കൺസിഡർ ചെയ്ത് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നമ്മൾ ഗോൾ അടിക്കത്തില്ല എന്ന് തോന്നിയ സമയത്താണ് അമോറിം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നത്. അമോറിമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കിയോ, അമോറിമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിൽ
അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പുള്ളി ശ്രമിച്ചു. ഗർണാച്ചോ, ഹോയിലൻഡൊക്കെ വരാൻ വേണ്ടി കൊണ്ടുവന്നു, സെർക്സിയെ മാറ്റുന്നു. ഉഗാർത്തയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ഉഗാർത്തയ്ക്ക് പകരമാണ് പുള്ളി ഗർണാച്ചോയെ കൊണ്ടുവരുന്നത്. പക്ഷേ ശരിക്കും ഉഗാർത്തയെ സബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിലെ കൺട്രോൾ പോയി, നമ്മുടെ ഡിഫൻസ് കുറേ കൂടെ ഓപ്പൺ അപ്പ് ആവുന്നു. നമ്മുടെ ആ ഒരു സെൻറ്റർ ഓഫ് ദ പിച്ചിൽ ആ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ടെൻ ഹാഗിൻ്റെ സമയത്തെ പോലെ തന്നെ ഈ ഉഗാർത്തെ സ്പേസസ് കവർ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ തന്നെ പാസിംഗ് ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്ത് ഇൻ്റലിജൻ്റായിട്ട് ബ്ലോക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയർ പോയി കഴിയുമ്പോൾ നമ്മൾ തീർന്നു. ശരിക്കും ഇന്ന് ഉഗാർത്തെ സബ് ചെയ്യുന്നതിന് പകരം അമോറിമിന് കോബി മെനുവിനെ സബ് ചെയ്തിട്ട് ഗർണാച്ചോയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയൊരു എൻ്റെ ആ ഒരു കൺസേൺ പറയത്തില്ലായിരുന്നു. എന്നാലും നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അമോറിമിൻ്റെ മണ്ടയ്ക്ക് കയറുന്നൊന്നുമല്ല. അമോറിം ചെറിയൊരു മിസ്റ്റേക്ക് അമോറിമിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്ലെയേഴ്സിൻ്റെ മുകളിൽ തന്നെയാണ് ഇന്നത്തെ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. എന്താണേലും കുറച്ച് ആൾക്കാരെങ്കിലും മിക്കവാറും വരും റാഷ്ഫോർഡിനെ പുറത്താക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ തോൽവി വരുന്നത്, അമോറിം ഇത് ഡിസർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റാഷ്ഫോർഡ് സപ്പോർട്ടേഴ്സ് ചിലപ്പോൾ വന്നേക്കാം. റാഷ്ഫോർഡ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഇവന്മാർക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ. അമോറിമിൻ്റെ സിസ്റ്റത്തിന് ഫിറ്റാകുന്ന കളിക്കാർ വരട്ടെ, എന്നാൽ മാത്രമേ അമോറിമിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവന്മാർ ഇവിടെ വന്നിട്ടൊന്നും മലമറിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്മാർ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ മാറ്റുക, അടുത്ത ആൾക്കാരെ കൊണ്ടുവരിക. പിന്നെ എല്ലാ മാച്ച് കഴിയുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവ് ആകാറുള്ള ഒരു പ്ലെയർ മസറാവിയാണ്. മസറാവി കഴിഞ്ഞ 1-2 മാച്ചസ് ആയിട്ട് പുള്ളി ഭയങ്കര ദുരന്തം, ഭയങ്കര മോശമായി തുടങ്ങി. ഇവന്മാരുടെ അസുഖം പുള്ളിക്ക് പിടിച്ചതാണോ എന്താണെന്ന് അറിയത്തില്ല, പുള്ളി ഭയങ്കര മോശം. ഇന്നത്തെ മാച്ചിൽ ഒരു പ്ലെയറിനെ എടുത്ത് പറയണമെങ്കിൽ അത് ഉഗാർത്തെ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആരുമില്ല. ബാക്കിയുള്ള പ്ലെയേഴ്സൊക്കെ കിട്ടുന്ന ചാൻസ്, അറ്റാക്കിംഗ് പ്ലെയേഴ്സൊക്കെ കിട്ടുന്ന ചാൻസ് കിട്ടുമ്പോഴത്തേനും അവന്മാർ ഫുട്ബോളല്ല, അവന്മാർ ക്രിക്കറ്റ് അടിച്ച് സിക്സ് അടിച്ച് കളിക്കുക. വീണ്ടും നമ്മൾ 13ാം സ്ഥാനത്ത് മുറുക്കി പിടിച്ച് അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.